6 ഇന്ത്യൻ മേജർ കാർപ്പ് എന്ന് പറയുന്ന മത്സ്യങ്ങൾ. അപ്പോൾ ഈ ഇന്ത്യൻ മേജർ കാർപ്പിൽ നമ്മുടെ കട്ട്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ പ്രേരിത പ്രജനനം എന്നാണ് അതിന് പറയാം. നമ്മളതിനെ സിമ്പിളായിട്ട് അതിനെ ഹോർമോൺ കുത്തി വെച്ചുകൊണ്ട് അതിൻ്റെ എഗ്ഗ് കളക്ട് ചെയ്ത് ബ്രൂഡേഴ്സിനെ സെലക്ട് ചെയ്ത് എഗ്ഗ് അതിന് ഇത് ചെയ്ത് കുത്തിവെപ്പ് ചെയ്ത് ഹോർമോൺ ചെയ്ത് അതിൽ നിന്ന് എഗ്ഗ് കളക്ട് ചെയ്ത് അതിന് നമ്മൾ പ്രത്യേകം ടാങ്കുകളൊക്കെ സജ്ജീകരിച്ച് ബ്രീഡിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് പ്രേരിത പ്രജനനം എന്ന് പറയുന്നത് മത്സ്യങ്ങളിൽ. അപ്പോൾ ഈ പ്രേരിത പ്രജനനത്തിലൂടെ നമ്മൾ മത്സ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചാണ് ഇത്രയും നാൾ നമ്മുടെ സർക്കാർ ജലാശയങ്ങളിലും നമുക്ക് ഉപഭോഗത്തിന്, കാരണം കടലിലെ മത്സ്യങ്ങൾ കുറയാണ്. അപ്പോൾ നാച്ചുറൽ റിസോഴ്സുകളും നമ്മുടെ പോണ്ടുകളും അല്ലെങ്കിൽ നെൽപ്പാടങ്ങളും മറ്റ് ചെമ്മീൻ കെട്ടുകൾ പോലുള്ളതിലൊക്കെ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നത് ഈ പ്രേരിത പ്രജനനത്തിലൂടെ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ സിമ്പിൾ മെത്തേഡാണ് നമുക്ക് ഈ കട്ട്ല മൃഗാലയുടെയൊക്കെ ബ്രീഡിങ്. 1,00,000 കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് കിട്ടും. അപ്പം അതുകൊണ്ടാണ് മറ്റ് മത്സ്യങ്ങളെ ബ്രീഡിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കാത്ത അതിൻ്റെ മെയിൻ കാരണം. കാരണം മറ്റ് മത്സ്യങ്ങളെ ബ്രീഡിങ്ങിനായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളുടെ അതിൻ്റെ അങ്കുരണശേഷി അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക ഗ്രോത്തിങ് റേറ്റ്, അത് അതിജീവന റേറ്റ് കുറവാണ്. ഇപ്പോൾ നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള മത്സ്യമാണ് നമ്മുടെ സംസ്ഥാന ഫിഷ് ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. സംസ്ഥാനം അത് നമ്മുടെ അല്ല, സംസ്ഥാന മത്സ്യം എന്ന് പറയുന്നത് കരിമീനും ദേശീയ മത്സ്യം എന്ന് പറയുന്നത് അയലയാണ് നമ്മുടെ. അപ്പോൾ സംസ്ഥാന മത്സ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമീനാണ്. അപ്പോൾ കരിമീൻ്റെ ഇതറിയാലോ, അത് സലൈനിറ്റി ഉള്ള ഒരു ജലാശയമാണ്. ശുദ്ധജലത്തിലും ജീവിക്കും, പക്ഷേ കുറച്ച് സലൈനിറ്റി ഉള്ള ഇതിലാണ് കൂടുതലായിട്ട് അത് കായലോട് ചേർന്നുള്ള അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിലാണ്. നമ്മൾ ശുദ്ധജലത്തിലുണ്ടില്ല എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു മത്സ്യത്തിൻ്റെ സ്പെഷ്യൽ ഞാൻ പറഞ്ഞു വന്നപ്പോൾ അത് പറഞ്ഞത്. അപ്പോൾ ഈ പ്രേരിത പ്രജനനത്തിലൂടെ ബ്രീഡാവുന്ന ഈ മത്സ്യം നമ്മുടെ ഈ പുഴ ചാലക്കുടി പുഴയിൽ മാത്രമാണ് കേരളത്തിലെ റിസർച്ചിൽ ബ്രീഡായിട്ട് നാച്ചുറലായിട്ട് ബ്രീഡായിട്ട് കണ്ടിട്ടുള്ളത്. ചാലക്കുടി എന്ന് പറയുമ്പോൾ ഇത് എത്തിച്ചേരുന്ന ഇതാണ്. അപ്പം അത്രയധികം ആവാസ വ്യവസ്ഥയാണ് നമുക്ക് ഈ ഒരു പുഴയ്ക്കുള്ളത്. ഇതിനകത്ത് നമ്മുടെ ഇവിടെ തന്നെ കുറേ വേറെ മത്സ്യങ്ങളുടെ സ്റ്റഡി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ തനത് അലങ്കാര മത്സ്യം, അപ്പോൾ അതിന് പേരൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഈ പുഴയിലാണ് അതിനെ കണ്ടത് ആദ്യമായിട്ട്. ഇപ്പോഴും അതിൻ്റെ സ്റ്റഡി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിരവധി നമ്മൾ കണ്ണുകൊണ്ട് കാണാത്തതും ഇനിയും ഐഡൻറ്റിഫൈ ചെയ്യാത്തതുമായിട്ടുള്ള ഒരുപാട് ജലജീവികൾ ജീവിക്കുന്ന ഒരു ഇതാണ്. മാത്രമല്ല ഉഭയജീവികളാണെങ്കിലും അതുപോലെ തന്നെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഉഭയജീവികളും അത്തരത്തിലുള്ള നിരവധി ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയാണ് നമ്മുടെ ഈ പുഴ എന്ന് പറയുന്നത്. ഈ കട്ട്ല എന്ന് പറയുന്ന മത്സ്യം ബ്രീഡ്, അത് കാർപ്പ് മത്സ്യം. അപ്പോൾ മറ്റ് മത്സ്യങ്ങളും ബ്രീഡായിട്ടുണ്ടാവാം, പക്ഷെ ഒരു സമയത്ത് നമുക്ക് കട്ട്ലയാണ് ഈ പുഴയിൽ ബ്രീഡായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രേരിത പ്രയോജനത്തിലൂടെ ഉണ്ടാക്കിയിരുന്നത് നാച്ചുറലായിട്ട് പോലും ബ്രീഡാകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ റിസോഴ്സിലൊക്കെ നമ്മൾ ഇൻഡിജിനസ് ആയിട്ടുള്ള മത്സ്യം, കരിമീൻ, അതുപോലെ അനാബാസ്, പുല്ലാൻ എന്നൊക്കെ പറയുന്ന മത്സ്യമുണ്ട്. അങ്ങനത്തെ കുറേ മത്സ്യങ്ങളെയാണ് ഇപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള റിസർവ് വനങ്ങളിലുള്ള പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നത്. കാരണം മറ്റ് എക്സോട്ടിക് മത്സ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മറ്റ് ജീവജാലങ്ങളുടെ, ഇപ്പോൾ നമുക്ക് സെന്ന എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ലൻഡാന എന്നൊക്കെ പറയുന്ന കുറേ ഇതുണ്ട്. അതൊക്കെ നമ്മുടെ സസ്യവർഗ്ഗങ്ങൾ, അത് നമ്മുടെ കാടിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിൽ. അപ്പോൾ അതുപോലെ തന്നെ ഇനി നമുക്ക് ഫ്ലഡ് ഉണ്ടായ സമയത്ത് നമ്മുടെ ജലാശയങ്ങളിൽ മുഴുവൻ എക്സോട്ടിക് ആയിട്ടുള്ള പിരാന സ്പീഷീസിൽ പെട്ടുള്ള നെട്ടർ എന്ന് പറയുന്ന മത്സ്യം, ആഫ്രിക്കൻ മുഷു എന്ന് പറയുന്ന മത്സ്യം, ഇതെല്ലാം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനും അതിലേക്ക് കിട്ടിയാലും അത് ഭക്ഷിക്കും, ഏത് ജീവിയാണെങ്കിൽ. അപ്പോൾ ഇത് ഇവിടുത്തെ എക്കോ സിസ്റ്റത്തെ ബാധിക്കുന്നത് കൊണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ റിസർവ് വനങ്ങളിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും കമ്മിറ്റികൾ തീരുമാനിച്ച് റിസർവ് വനങ്ങളിലുള്ള ജലാശയങ്ങളിൽ സാമൂഹ്യ മത്സ്യകൃഷിയുടെ ഭാഗമായിട്ട്, കാരണം മത്സ്യം വേണം, കാരണം ആദിവാസികളാണെങ്കിലും അല്ലെങ്കിൽ നമുക്കിപ്പോൾ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കായലുകളൊക്കെ കണ്ടമിനേഷൻ ആയിക്കൊണ്ടിരിക്കുക. കാരണം അതൊക്കെ മറ്റ് ഫാക്ടറികളുടെ എല്ലാം, ഒരു വലിയ ഫാക്ടറി ഉണ്ടെങ്കിൽ അതിൻ്റെ കുഴൽ നമ്മുടെ പുഴയിലേക്കാണ്. ചിലപ്പോൾ നമ്മുടെ പല വീടുകളിലെ ക്ലോസറ്റിൻ്റെ പൈപ്പ് പോലും പുഴകളിലേക്കും തോടുകളിലേക്കും ആയിരിക്കും. നമ്മുടെ ഗ്രാമങ്ങളിലത്തെ കാര്യം പറയുന്നത്, ഞാനൊരു തോട് ക്ലീൻ ചെയ്യാൻ വേണ്ടി 10 വർഷം നടന്നിട്ടുണ്ട്. എൻ്റെ നാട്ടിലുള്ള ഒരു തോട് വേസ്റ്റ് ഇല്ലാതെ ആക്കാൻ വേണ്ടി 10 വർഷം തൊഴിലുറപ്പ് പദ്ധതിക്കാർ ഇറങ്ങില്ല. കാരണം കക്കൂസ് മാലിന്യമാണ്, മറ്റു പ്രശ്നങ്ങളാണ്. കടക്കാർ മുഴുവൻ കൊണ്ടുപോയി വേസ്റ്റ് ഇടും. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഒരു പ്രദേശം, ഏകദേശം 1 കിലോമീറ്റർ ദൂരം ഡംപിങ് യാർഡായി മാറും. അതിന് ഞാൻ ആദ്യം അവർ പാടശേഖരം വഴി കെട്ടാൻ തീരുമാനിച്ചു. മീൻസ് വെള്ളം കയറി കൃഷി. അപ്പോൾ ഞാൻ പാടശേഖര സെക്രട്ടറി ആയിരുന്നു. കുറച്ച് നാൾ ഇതിൻ്റെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പണിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ പാടശേഖര സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തിട്ട്, അതായത് കർഷകരുടെ കൂടെ നിന്നു.
അങ്ങനെ നിന്ന് 1-2 വർഷക്കാലമാണ് ഞാൻ പാടശേഖര ആ സെക്രട്ടറി ആയിരുന്ന സമയത്ത് കൃഷിക്ക് ഇത് ദോഷമാണെന്ന് പറഞ്ഞത്. നെല്ല് കൃഷി വ്യാപിപ്പിക്കുന്നത് സർക്കാരിൻ്റെ അന്നത്തെ ലക്ഷ്യമാണ്, പ്രകൃതി സംരക്ഷിക്കാവുന്ന ലക്ഷ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നെൽകൃഷി പിടിച്ച് ഞാൻ പാടശേഖര സെക്രട്ടറി, എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു പാടശേഖര സെക്രട്ടറി, ആൾ രാജിവെച്ചു. അപ്പോൾ ആ സ്ഥാനത്തേക്ക് എന്നെ തിരഞ്ഞെടുത്ത്. അങ്ങനെ ഞാൻ 2 വർഷക്കാലം ഞങ്ങളുടെ വളവ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ്റെ പാടശേഖര സെക്രട്ടറി ആയിരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ആദ്യം കൃഷിക്ക് വേണ്ടിയിട്ട് ഇത് മുഴുവൻ വേസ്റ്റ് ഒഴുകി ഭയങ്കര പ്രശ്നമാണ്, പുഴ അല്ല തോടും പാടും മുങ്ങിക്കഴിഞ്ഞാൽ കൃഷി നശിക്കുമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു പ്രദേശത്ത് ഉള്ള മുഴുവൻ വേസ്റ്റും കളക്ട് ചെയ്ത് അതിലേക്കുള്ള പൈപ്പ് വെച്ച ആളുകളൊക്കെ വേസ്റ്റ് നീക്കി കഴിഞ്ഞപ്പോൾ ആരെയൊക്കെ പൈപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഹെൽത്തുകാരെ കൊടുന്ന് എല്ലാവർക്കും നോട്ടീസ് കൊടുത്ത് നമുക്ക് ഒഴിപ്പിക്കാൻ പറ്റി. ഇന്നിപ്പോൾ നല്ല തോടായിട്ട് തന്നെ കടക്കാർക്ക് മുഴുവൻ അവയർനെസ് കൊടുത്തു അതിനകത്ത് വേസ്റ്റ് ഇടുന്നത്. കാരണം ആ വേസ്റ്റ് ഇട്ടാൽ എൻ്റെ വീടിൻ്റെ അവിടെ ഇടുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ആ വേസ്റ്റ് എത്തുന്നത് ഭാരതപ്പുഴയിൽ നിങ്ങളുടെ വീടിൻ്റെ അവിടെ ആയിരിക്കാം, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കടലിലായിരിക്കാം. ഒന്നാമത് നമ്മുടെ മാലിന്യത്തിൽ, അതായത് വെള്ളത്തിൽ ഇപ്പോൾ തന്നെ ഇഷ്ടംപോലെ ബാക്ടീരിയാസ് ഉണ്ട്. അതിൽ കൂടുതൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് കൂടുതലാണ്. കോളിഫോം ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസോഴ്സ് എവിടെയുണ്ട് അതിലേക്കൊക്കെ സ്പ്രെഡ് ആവും. അപ്പോൾ നമ്മൾ ഈ വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളം പോലും നമുക്ക് കുടിക്കാൻ അനുയോജ്യമായ വെള്ളമല്ല. നമുക്കെല്ലാം ബോർവെല്ലുകളുണ്ട്. ബോർവെല്ലുകളുടെ അവസ്ഥ അറിയാം. നമുക്കിന്ന് കിഡ്നി, ലിവർ ഇതെല്ലാം പോകുന്നുണ്ട് നമ്മളെ. അത് നമ്മൾ ഭക്ഷണ രീതി കൊണ്ട് മാത്രമല്ല, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനകത്ത്, കാരണം ഭൂമിയുടെ പല തട്ടുകളാണ്, താഴോട്ട് പോകുന്നതുകൊണ്ട് പല തരത്തിലുള്ള തട്ടുകളാണ്. അപ്പോൾ ഭൂമിയുടെ പല ഘടനയിൽ നിന്നുള്ള വെള്ളമാണ്. ഇത് കൂടാതെ നമ്മൾ അണുകുടുംബമായി മാറിയപ്പോൾ എന്ത് ചെയ്തു, പണ്ട് കാലത്ത് ഒരു തറവാടും ഒരു കുറച്ച് ഫാമിലി ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് എല്ലാവരും വെള്ളം എടുത്തിരുന്നു. അന്ന് 5 സെൻറ്റ് ആണെങ്കിൽ അവിടെ ഒരു ബോർവെല്ലുണ്ട്, അതിൽ നിന്നാണ് അവിടെ ടോയ്ലറ്റും ഉണ്ട്. അപ്പോൾ ഈ ടോയ്ലറ്റിലെ വെള്ളം മുഴുവൻ നമ്മുടെ ഇതിലേക്ക് ഇറങ്ങുകയും അതിലും കോളിഫോം ബാക്ടീരിയ അതുപോലെ തന്നെ കണ്ടമിനേഷൻ ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടാതെ തന്നെ കുഴൽക്കിണറുകൾ നമ്മൾ ആഴത്തിലേക്ക് പോകും തോറും മൂലകങ്ങളുണ്ട്. നമുക്ക് മണ്ണിൽ നിന്നാണ് എല്ലാ മൂലകങ്ങളും അറിയാലോ, വേർതിരിച്ചെടുക്കുന്നത്. അയണാണെങ്കിലും നിക്കലാണെങ്കിലും കോപ്പർ ആണെങ്കിലും എല്ലാ സാധനങ്ങളും. അപ്പോൾ ഈ സംഗതികളിലേക്കാണ്, ഈ മൂലകങ്ങളിലേക്ക് അളവ് വെള്ളത്തിനകത്ത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓർഗൻസ്, ഇന്നർ ഓർഗൻസിന് ഇതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല, ഒരു പരിധിയുണ്ട്. പണ്ട് കാലത്ത് ഇതിപ്പോൾ ഇതിൽ അയണും മഗ്നീഷ്യവും എല്ലാം മിനറൽസൊക്കെ ധാതുലവണങ്ങളൊക്കെ ഈ വെള്ളത്തിലുണ്ട്. പക്ഷേ ഇതിനെ നമ്മൾ ശുദ്ധീകരിക്കുന്നത് ഇവിടുത്തെ പാറകളും കല്ലുകളും ഒക്കെ. ഏഷ്യയിലെ നമ്പർ 2 വാട്ടറാണ് നമ്മുടെ തമിഴ്നാട് കൊണ്ടുപോകുന്ന ശീരുവാണി വാട്ടർ. ഈ ശീരുവാണി വാട്ടർ ഏഷ്യയിലെ നമ്പർ 2 ആ വെള്ളം. ഏറ്റവും നല്ല വെള്ളമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ പഠനം നടത്തിയപ്പോൾ അവിടെയുള്ള നമ്മുടെ കുവ എന്നൊക്കെ പറയുന്ന ഒരു വർഗത്തിൽപ്പെട്ട, അല്ലെങ്കിൽ മഞ്ഞൾ എന്നൊക്കെ പറയുന്ന ആ ഒരു ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ സയൻറ്റിഫിക് നെയിം എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു ചെടി ഉണ്ട് അവിടെ. ആ ചെടിയാണ് ആ വെള്ളത്തെ ശുദ്ധീകരിക്കുന്നത്. അത് ആ ഒരു പ്രദേശത്ത് മുഴുവനുണ്ട്. അതുകൊണ്ടാണ് ഏഷ്യയിലെ തന്നെ നമ്പർ 2 ആണ്, 2ാമത്തെ ശുദ്ധ ജലമാണ് നമുക്കുള്ള ശീരുവാണി. നെല്ലിക്കയുടെ സാന്നിധ്യം, വലിയ നെല്ലിക്കയില്ലേ, നെല്ലിക്കയുടെ സാന്നിധ്യമാണ്. നെല്ലി അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്.